പത്തനംതിട്ടയിൽ പ്രൈവറ്റ് ബസ്സുകളുടെ കളിപ്പാട്ടം നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് അജു എന്ന 9ാം ക്ലാസ്സുകാരൻ. ചിറ്റാർ റൂട്ടിലോടുന്ന മുഴുവൻ ബസ്സുകളെയും ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ബസ് ജീവനക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ കൗതുകമാണ് അജുവിന്റെ കലാവിരുതുകൾ. പ്രൈവറ്റ് ബസ്സുകളുടെ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നത് അജുവിന് ഹരമാണെന്ന് പറയാം. ചിറ്റാറിലൂടെ ഓടുന്ന ബസ്സുകളുടെ പേര് അജുവിന് കാണാപ്പാടമാണ്. കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുക എന്ന മകന്റെ ആഗ്രഹത്തിനൊപ്പം അച്ഛനും നിന്നു. വെറും ഹരം പിന്നീട് അജുവിന്റെ ശീലമായി മാറി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗ്ലോബൽ ബസ്സാണ്. ഞാൻ അതങ്ങനെ കണ്ടു വളർന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഗ്ലോബൽ ബസ്സാണ്. അങ്ങനെയാണ് വന്നത്. എനിക്ക് ബസ് പണ്ടേ മുതൽ ഗ്ലോബൽ ബസ്സിൻ്റെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ ബസ്സൊക്കെ ഓടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ബസ് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. പെയിന്റും പശയും കാർഡ്ബോർഡുമാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ബസ്സുകൾക്ക് പുറമെ ഓട്ടോയും കാറും ട്രെയിനും ഉണ്ടാകും. ശാസ്ത്രമേളകളിൽ സമ്മാനവും നേടിയിട്ടുണ്ട്. അജുവിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അച്ഛൻ ജോണിയാണ്. സ്കൂളിലെ അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും വലിയ പ്രോത്സാഹനവും അജുവിന് ലഭിക്കുന്നുണ്ട്. കൊച്ചിനാല് മുതൽ തൊട്ട് ബസ്സിനോട് താല്പര്യം. ബസ്സിൽ അങ്ങനെ പോകുമ്പം ബസ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഗ്ലോബൽ ബസ് ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ വണ്ടി, ജീപ്പ്, ബൈക്ക് എല്ലാം ഉണ്ടാക്കും. വീടും എല്ലാം ഉണ്ടാക്കുമായിരുന്നു. എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കും. പത്തനംതിട്ട ചിറ്റാർ റൂട്ടിലോടുന്ന ഗ്ലോബൽ ബസ്സാണ് അജുവിന് ഏറ്റവും പ്രിയം. ഗ്ലോബൽ ബസിന്റെ രൂപത്തിലുള്ള കളിപ്പാട്ടം നിർമ്മിച്ച് ബസ് ജീവനക്കാർക്ക് അജു നൽകിയിട്ടുണ്ട്. 1500 രൂപ വാടകയിൽ ചിറ്റാറിലെ ഒറ്റമുറി വീട്ടിലാണ് താമസം. അജുവിന് അച്ഛന് അജുവും മാത്രമാണ് കൂട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആഗ്രഹങ്ങളും അജു പറയുന്നത് അച്ഛനോടാണ്. അവനോടൊപ്പം അവന്റെ ആഗ്രഹങ്ങളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാനാണ് അച്ഛൻ ജോണിയുടെയും തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.